ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ കൊണ്ടുവന്നിരിക്കുന്നത് മാരുതി സുസുക്കിയുടെ റിഡ്സ് ആണ്. റിഡ്സ് 2007 ഫ്രാങ്ക്ഫർട്ട് ഓട്ടോ ഷോയിൽ പുറത്തിറക്കിയായിരുന്നു സുസുക്കി. ഇതൊരു യൂറോപ്യൻ സ്റ്റൈലിൽ ജാപ്പനീസ് എഞ്ചിനീയറിംഗ് ടെക്നോളജിയിൽ ഡെവലപ്പ് ചെയ്തെടുത്തായിരുന്നു. ഇത് സുസുക്കിയും ഒപ്പേള പറഞ്ഞൊരു ഇറ്റാലിയൻ കമ്പനി കൂടി ഒരുമിച്ച് ചെയ്തെടുത്ത ഒരു മോഡലാണ്. ഇന്ത്യയിൽ ഇറങ്ങുമ്പോൾ 2009 ഇറങ്ങുന്നത്. 2009 മുതൽ 2016 വരെ ഒരു 7-8 വർഷം ഈ സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽസ് നടത്തിയൊരു മോഡൽ തന്നെയായിരുന്നു. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ പോലെ വേണമെങ്കിൽ ഒന്ന് ചെയ്യുകയാണെങ്കിൽ ZDI കൺട്രോൾ ബാക്ക് KL 53 പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ വരുന്നതാണ് വണ്ടി. എക്സോസ്റ്റിനൊരു ക്രോമിയത്തിൻ്റെ ഒരു ഫിനിഷിലൊരു ഇത് വെച്ചിട്ടുണ്ട്. സ്പോയിലർ വരുന്നുണ്ട് മേളിൽ. ഒരു ഡീറ്റെയിൽ റിവ്യൂ പോലെ ഒന്ന് ചെയ്തേക്കാം. ബോണറ്റെന്ന് വന്നിച്ചാൽ അത് എഞ്ചിൻ തന്നെ തുടങ്ങാം, അല്ല എൻ്റെ ഒരു മര്യാദ. എഞ്ചിൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ബോണറ്റ് തുറക്കാം. എഞ്ചിനൊരു 1.3 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. അതുപോലെ തന്നെ ടർബോ ചാർജ്ഡ് ഇൻ്റർകൂൾഡ് എഞ്ചിനാണ്. ടർബോ ഒരു വേരിയബിൾ ജോമെട്രി ടർബോ ആണ്. ടർബോ ഞാൻ ടോർച്ച് അടിച്ച് കാണിച്ചാൽ ഗൈസ്, ഈ ടോർച്ച് പോയിൻ്റ് ചെയ്തില്ലേ, ആ ഭാഗമാണ് ടർബോ വരുന്നത്. ടർബോ ഒരു ജോമെട്രി വേരിയബിൾ ജോമെട്രി വരുന്നൊരു ടർബോ ആണ്. ടർബോ എന്ന് പിന്നെ നേരെ ഇൻ്റർകൂളറിൽ നിന്ന് നേരെ എഞ്ചിനിലോട്ട് എന്നുവെച്ചാൽ മാക്സിമം ഇൻ്റർകൂളറും ടർബോ ഒക്കെ വെച്ചിട്ട് മാക്സിമം എഞ്ചിനെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന മാക്സിമം പവർ എടുപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പറയാച്ചാൽ ഇതിൻ്റെ ടോർക്കാണ്. 190 Nm ടോർക്ക് വരുന്നുണ്ട്. ടോർക്കിലാണിത്. പിന്നെ അതിൻ്റെ ഫ്യൂൽ ഇഞ്ചക്ഷൻ DDIS, അതായത് ഡീസൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ സിസ്റ്റമാണ്. ഇതുപോലെ എയർ ഫിൽറ്റർ ഇതാ ഈ ഭാഗത്ത്, ഇത് ബാറ്ററി, പിന്നെ അത് കൂളൻ്റ്, റേഡിയേറ്റർ ഇത് ഇവിടെ വരുന്നുണ്ട്. റേഡിയേറ്റർ ഇവിടെ ഇങ്ങനെ കാണുള്ളൂ, അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണില്ല. ഈ ഭാഗം ഇൻ്റർകൂളർ ഇതാക്കണം, ഇൻ്റർകൂളർ അടിയിലായിട്ട്. ഇത് 2009 സുസുക്കി ഇറക്കിയത് റിഡ്സ് മോഡലിനെ. പിന്നീട് അങ്ങോട്ട് 2016 വരെ അത്യാവശ്യം ഇന്ത്യയിൽ നന്നായിട്ട് മൂവ് ചെയ്തൊരു മോഡലാണ് ഹാച്ച് ബാക്സ് സെഗ്മെൻറ്റിൽ. ഇത് തന്നെ ഇറങ്ങിയ സമയത്ത് തന്നെ 2 ലക്ഷം യൂണിറ്റ് ഒറ്റയടിക്ക് ഒരു 2 വർഷത്തിനുള്ളിൽ തന്നെ വിറ്റ് പോയിട്ടുണ്ട്. ഇതൊരു സുസുക്കി ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ എഞ്ചിനല്ല. എഞ്ചിനിൻ്റെ കണക്ഷൻ പറയുമ്പോൾ എഞ്ചിനിലെ ഈ DDI സിസ്റ്റമൊക്കെ ഡെവലപ്പ് ചെയ്തത് സുസുക്കിയും ഫിയറ്റും കൂടി ഒരുമിച്ച് ചേർന്നിട്ടാണ് ഈ എഞ്ചിൻ്റെ ഡെവലപ്മെൻറ്റ്. ഇനി ബോഡി ഈ സ്റ്റൈലിംഗ് ഒരു യൂറോപ്യൻ സ്റ്റൈൽ, ഞാൻ ബോണറ്റ് അടിക്കുന്ന ആ സ്റ്റൈൽ കിട്ടും. വണ്ടിയുടെ ബോഡി ഡിസൈൻ വരുന്നത് ഒരു യൂറോപ്യൻ സ്റ്റൈലിങ്ങില്ല. ചില യൂറോപ്യൻ സ്റ്റൈലിങ്ങും ജാപ്പനീസ് എഞ്ചിനീയറിംഗ് കൂടി കൂടിച്ചേർന്ന ഒരു മോഡലാണ് റിഡ്സ്. എന്നുവെച്ചാൽ ഒരു ഓപ്പൽ എന്ന് പറഞ്ഞൊരു ഇറ്റാലിയൻ കമ്പനിയായിട്ട് ചേർന്നിട്ടാണ് സെറ്റ് ചെയ്തത് ഈ ഒരു ഡിസൈൻ. വണ്ടി അത്യാവശ്യം നല്ല ഓടിച്ചവർ ഇതിനാരും കുറ്റം പറയില്ല, അങ്ങനത്തെ ഒരു രീതിയിലാണ്. കാരണം റിഡ്സിനെ പൊതുവേ പുച്ഛമുള്ള ആൾക്കാരുണ്ടെങ്കിലും ഓടിച്ചു കഴിഞ്ഞാൽ ആ പുച്ഛമൊക്കെ പോകുന്ന രീതിയിലാണ്. കാരണം ഓടിക്കാത്തവർ അയ്യൊന്നും ഓടിച്ചൊരു അമ്പൊന്നും പറഞ്ഞൊരു മോഡലാണ്. ഇതിൻ്റെ അലോയ് ഉണ്ട്, എല്ലാം ഇത് സ്റ്റോക്ക് വരുന്ന അലോയാണ്. നമുക്ക് ഇൻറ്റീരിയർ നോക്കാമല്ലേ. ഈ ബോണറ്റിൻ്റെ ABSൻ്റെ കാര്യം പറഞ്ഞില്ലേ, ABS ഇതാണ്. ABSൻ്റെ ഇലക്ട്രോണിക് മോഡ്യൂൾ ഇവിടെ വരുന്നത് ഈ സാധനമായിട്ട്. ഇത് തന്നെ അതിൻ്റെ മാസ്റ്റർ സിലിണ്ടർ വരുന്നത്. അതിലേക്ക് ഈ 2 ലൈന് നമ്മളെ പെഡലിൽ നിന്ന് വരുന്ന മാസ്റ്റർ സിലിണ്ടറിൽ നിന്ന് വരുന്നത്. ഇവിടുന്ന് ABS കൺട്രോൾ, അവിടെ മാസ്റ്റർ സിലിണ്ടർ. എന്നിട്ട് 4 എന്ന് വെച്ചാൽ ബാക്കത്തെ ഏതെങ്കിലും ഒന്ന് പോയാലും കുഴപ്പമില്ല. എന്ന് വെച്ചാൽ 4 ടയർ ഒരുമിച്ച് ഫെയിൽ ആവില്ല. ബാക്കത്തെ 2 ടയറും ഫെയിൽ ആവുക വെച്ചാലും ഫ്രണ്ടത്തെ കിട്ടും. ആ രീതിയിലുള്ള ഡിസൈനാണ് വരുന്നത്. ECU വരുന്നൊരു മോഡലാണ്. ഫുള്ളി കുറേ ഇലക്ട്രിക്കൽ വയറിങ്ങുള്ള സെൻസർ, ABS ഉണ്ട്, EBD ഉണ്ട്, ഇലക്ട്രോണിക് ബ്രേക്ക് ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് വയറിംഗ് ഉള്ളൊരു മോഡലാണ്. ഇതിൽ നമുക്ക് ആക്സിലറേഷൻ കാണാൻ വയ്യില്ല, കാരണം ആക്സിലറേഷൻ ഇവിടെ ആയിട്ടായിരിക്കും. എന്ന് വെച്ചാൽ EBD വർക്ക് ചെയ്യുന്നുണ്ട്. ഇതായിട്ടാണ് ഇവിടേക്കാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്, ആക്സിലേറ്ററിൻ്റെ കണക്ഷൻ വരുന്നത്. നമുക്ക് പ്രത്യേകിച്ച് അതിൽ റോളില്ല, ഫുള്ളി ഇലക്ട്രോണിക്സാണ്. പിന്നെ എന്തൊക്കെയാണ് അവിടെ ഡീസൽ ഫിൽറ്റർ നടക്കുന്നുണ്ട്, ഡീസൽ ഫിൽട്രേഷൻ, ഡീസൽ പമ്പ് അവിടെ ഇവിടെ പോയിട്ടുണ്ട്. അങ്ങനെ കൂളൻ്റ് ഇതാണ്. കൂളൻ്റ് ഇതൊക്കെ എണ്ണമയൊന്നുമില്ല കറക്റ്റ്.
നല്ല കൂളൻ്റ് ആയിട്ട് സാധാരണ പ്രൊപ്പലിൻ ഗ്ലൈക്ലോജനൊക്കെയാണ് ഈ സാധാരണ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഓയിൽ പോർ ചെയ്യേണ്ടത് ഈ ഇത് ഓപ്പൺ ചെയ്തിട്ട്, ഈ ക്യാപ്പ് ഓപ്പൺ ചെയ്തിട്ട്, ഇത് നമ്മുടെ വാഷർ, നമ്മുടെ ഗ്ലാസ് വാഷർ, അതിലേക്ക് വേണ്ട വാട്ടർ അല്ലെങ്കിൽ അതിന് ഫോമിൻ്റെയൊക്കെ. നമ്മൾ ബ്രേക്ക് ഫ്ലൂയിഡ് .3 .4 ഒക്കെ ആയിട്ട് ഒഴിച്ചെടുക്കേണ്ട. ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ലെവലൊക്കെ ഇതിൽ കറക്റ്റാണ്. മാക്സിൻ്റെ മിനിമിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. ഒരു വാക്കോസിറ്റഡാണ് ബ്രേക്ക്. സ്റ്റിയറിംഗ് ഒരു പവർ സ്റ്റിയറിംഗ് ആണ്, ഇലക്ട്രിക്കലി അസിസ്റ്റഡ് പവർ സ്റ്റിയറിംഗ്. ടിൽറ്റഡാണ്, ടിൽറ്റ് ചെയ്യാൻ പറ്റുന്ന ടിൽറ്റ് ആൻഡ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ്. സ്റ്റിയറിങ്ങിൻ്റെ ഇൻറ്റേർണൽ സിസ്റ്റം വരുന്നത് റാക്ക് ആൻഡ് പിനിയൻ മോഡലിലാണ് കൺവേർഷൻ നടക്കുന്നത്. റൊട്ടേഷനാണ് ട്രാൻസ്ലേറ്ററി മോഷനാണ്. ഫ്യൂവൽ സപ്ലൈ സിസ്റ്റം വരുന്നത് കോമൺ ഇതാണ്, CRD ആണ്, കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ രീതിയിലാണ്. ഇഞ്ചക്ഷൻ വരുന്നത് DDIS, ഡീസൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ സിസ്റ്റം. ട്രാൻസ്മിഷൻ മാനുവൽ ട്രാൻസ്മിഷനാണ്, 5 സ്പീഡ് വിത്ത് 1 റിവേഴ്സ്. ഇത് ഒരു കേബിൾ ടൈപ്പാണ്. കേബിൾ ഇടയ്ക്ക് ലൂസായി കഴിഞ്ഞാൽ ഇഷ്യൂ വരാറുണ്ട്. നമ്മൾ ടോർച്ച് പോയിൻ്റ് ചെയ്യുന്ന 2 കേബിൾസ് ഉണ്ട്. ആ കേബിൾസാണ് ഗിയറിൻ്റെ കേബിൾസ്. ഇടയിലാണ് ഗിയർ ബോക്സ് വരുന്നത്. 5 സ്പീഡ് ഗിയർ ബോക്സ്, ഒരു ഓവർ ഡ്രൈവ് ഉണ്ട്. അതുപോലെ തന്നെ പ്രിസിഷൻ ബുഷുകളും ഉണ്ട് കേട്ടോ. അത് കറക്റ്റായിട്ട് സ്മൂത്ത് ആയിട്ട് ഗിയർ വീഴ്ത്താൻ വേണ്ടിയിട്ട് നമുക്കത് അയക്കുമ്പോൾ കറക്റ്റ് മനസ്സിലാവും ആ ബുഷുകൾ. അതാണ് ക്ലച്ച് പട്ടിൽ വരുന്നത്. ക്ലച്ച് ഡ്രൈ ക്ലച്ചാണ് വരുന്നത്. ഡ്രൈ ക്ലച്ച് പ്ലേറ്റ് ആണ് വരുന്നത്. അതിൻ്റെ ഇത് വരുന്നത് ഹൈഡ്രോളിക് ആക്ച്വേഷൻസ് ഉണ്ട്. ക്ലച്ചിൻ്റെ നമുക്കിതിൽ പ്രത്യേകിച്ച് കാണാൻ കഴിയില്ല, ഫ്ലൈ വീലിൻ്റെ ആ ഏരിയയിലായിട്ട് വരും. അതിൻ്റെ ക്ലച്ച് ഡിസ്ക് വരുന്നത് ഓർഗാനിക് മെറ്റീരിയൽസ്, നല്ല ഡ്യൂറബിലിറ്റിക്ക് വേണ്ടിയിട്ട്. ക്ലച്ച് ഡിസ്ക് നമുക്ക് അയച്ചാൽ മാത്രം കാണാൻ കഴിയുള്ളൂ. ക്ലച്ച് ഡിസ്ക് ഇടയ്ക്ക് അതിൻ്റെ ക്ലച്ച് ഒരു ലൂസാവുന്ന ഒരു ഇഷ്യൂ വരാറുണ്ട് റിഡ്സിന്, ഡീസലിന്. ഇതിൻ്റെ ഡ്രൈവ് ട്രെയിൻ വരുന്നത് ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. ഇത് ഫ്രണ്ട് ആക്സിലാണ് ഇത് കാണുന്നത്. ഡയറക്റ്റ് ഇങ്ങോട്ട് കണക്ഷൻ വരുന്നതാണ്. അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ അവിടെ സെൻട്രലായിട്ട് ഗിയർ ബോക്സ് ആയിട്ട് ട്രാൻസ്മിഷൻ സിസ്റ്റമായിട്ട് മൗണ്ട് ചെയ്ത് കഴിഞ്ഞ് വെച്ചിരിക്കുന്നത്. അത് ഒരു ഓപ്പൺ ഡിഫറൻഷ്യലാണ്. നല്ല ടോർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത്, നല്ല എഫിഷ്യൻ്റായിട്ട് ടോർക്ക് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്ന രീതിയിലാണ് ഓപ്പൺ ഡിഫറൻഷ്യൽ ഡിസൈൻഡ്. നമുക്ക് എഞ്ചിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എഞ്ചിൻ്റെ സൗണ്ട് കറക്റ്റ് കൊടുക്കാം. ടർബോയുടെ സൗണ്ടും എല്ലാം കൂടി. ഓൾട്ടർനേറ്റ് ഡീകംപ്രഷൻ ഉണ്ടോ നോക്കണം. അതുപോലെ തന്നെ ഡീകംപ്രഷൻ ഒന്നുമില്ല. ഈ ക്യാപ്പ് തുറക്കാൻ നോക്കണം. ഓയിൽ pour ചെയ്തതിലൂടെ അടുത്തത് സൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ടൊക്കെ വെക്കുന്നത്. സ്റ്റാർട്ടാക്കിയത് നമ്മൾ പവർ സ്റ്റിയറിംഗ് ഒന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊന്ന് ഫുൾ ഓടിച്ചേക്കാം. ഇനി വണ്ടി ഓഫാക്കി. ഇതിൻ്റെ സസ്പെൻഷൻ വരുന്നത് മെക്ഫേഴ്സൺ സ്ട്രട്ട് സസ്പെൻഷനാണ്. അതിൽ സാധാരണ ഫ്രണ്ട് വീൽ ഡ്രൈവിനൊക്കെ സുഖമായിട്ട് കൊടുക്കാൻ കഴിയും. ഇതാണ് ഈ പോയിൻ്റാണ് അതിൻ്റെ ഇത് സ്റ്റിയറിംഗ് വീലിലോട്ടുള്ള കണക്ഷനാണ്. അത് ഇവിടുത്തെ ഒരു റോഡിലോട്ട് കണക്ട് ആവും. ഇത് റോഡിലോട്ട് കണക്ട് ആവും. ഗൈസ്, ഇതാണ് മെക്ഫേഴ്സൺ സ്ട്രട്ട് സസ്പെൻഷൻ. ഈ പോയിൻ്റ് ചെയ്യുന്ന പോയിൻ്റ് നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ കണക്ഷനാണ്. ഇത് മെക്ഫേഴ്സണിൻ്റെ ഒരു റോഡിലോട്ടുള്ളൊരു കണക്ഷനാണ്. ഇവിടുത്തെ ഈ സെൻട്രൽ റോഡിലോട്ട് ഇതൊരു ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനാണ്. ഇത് മെക്ഫേഴ്സണിൻ്റെ ഷോക്ക് വരുന്നത് ഈ കിങ് പിൻ ആയിട്ട് ഇത് ആപ്രോണിലോട്ട് പോകും. ഇത് പിന്നെ നമ്മുടെ ബ്രേക്ക് സിലിണ്ടർ ഇപ്പം പോയിൻ്റ് ചെയ്തിരിക്കുന്നത്.
അത് പിന്നെ നമ്മളെ കാലിപ്പറും ഡിസ്കൊക്കെ വരും. ഒരു വെൻറ്റിലേറ്റർ ഡിസ്ക് ബ്രേക്കാണ്. ഇതാണ് സ്ട്രട്ട് പറയുന്ന സാധനം. നമ്മുടെ സ്ട്രട്ടിൽ നിന്ന് കണക്ഷൻ വരുന്ന ഷോക്ക് അബ്സോർബർ നേരെ ഒരു കോയിൽ സ്പ്രിങ്ങിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുന്ന് ഈ കോയിൽ സ്പ്രിങ് വഴിയാണ്. എന്നുവെച്ചാൽ ഒരു കോയിൽ സ്പ്രിങ് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു മെക്ഫെർസൺ സ്ട്രട്ട് സസ്പെൻഷനാണ്. മിക്കവാറും എല്ലാ ഫ്രണ്ട് വീൽ ഡ്രൈവിനും ഇതാണ് സാധാരണ കൊടുക്കാറ്, മെക്ഫെർസൺ. പിന്നെ ഇതിലുണ്ടാവാറുണ്ട് കുറച്ചും കൂടി പ്രീമിയം കൂടിയ മോഡലിലൊക്കെ വിഷ്ബോൺ ഡബിൾ വിഷ്ബോണൊക്കെയാണ് വരാറ്. ഇത് കുറച്ചും കൂടി കോസ്റ്റ് എഫക്റ്റീവാണ്. നമ്മൾ റിയർ സസ്പെൻഷൻ വരുന്നത് ഒരു സെമി ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനാണ്. ഇതാണ് നമ്മളെ ബോഡിയിൽ നിന്ന് വരുന്ന റോഡ്. ഇതൊരു ഷോക്കായിട്ട് കണക്ട് ആയിട്ടുണ്ടാവും. ആ ഷോക്കിൻ്റെ കൂടെ കുറച്ച് ഇപ്പുറത്ത് ഇതുമലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞ് ഒരു കോയിൽ സ്പ്രിങ് ഇടാം. ആ കോയിൽ സ്പ്രിങ് കണക്ട് ചെയ്തിരിക്കുന്ന ഈ മെറ്റൽ പ്ലേറ്റ് ഉണ്ടല്ലോ, ഈ മെറ്റൽ പ്ലേറ്റിൻ്റെ അടിയിലായിട്ട് ഒരു ടോർഷൻ ബാർ ഉണ്ടായിരിക്കും. ടോർഷൻ ബാറിൽ ഒരു ടോർഷൻ റോഡ് ഉണ്ടായിരിക്കും. നമുക്ക് കാണാൻ കഴിയുന്നവരൊക്കെ അതാ ഈ ഇപ്പം കാണുന്ന ആ ദണ്ടുണ്ടല്ലോ, അത് നല്ല ടോർഷൻ റോഡാണ്. അത്യാവശ്യം നല്ല കട്ടിയിലുണ്ടാക്കിയിരിക്കുന്ന സാധനം, നല്ല ഇരുമ്പ് ദണ്ടാണ്, ഒരു ടോർഷനാണ്. അപ്പോൾ ഇത് മറ്റേ നമ്മുടെ ഈ സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കും ഈ റോഡ്. അതുകൊണ്ടാണ് ഇത് സെമി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയുന്നത്. കാരണം ഇവിടെ സംഭവിക്കുന്ന എന്തെങ്കിലും ഷോക്കുകൾ ഈ സൈഡിലേക്ക് അപ്പുറത്തെ സൈഡിലേക്ക് ചെറിയ രീതിയിലൊരു എഫക്റ്റ് വരും. പക്ഷേ ഇത് നല്ല സ്റ്റെബിലിറ്റിക്ക് നല്ല കാര്യമാണ്. കാരണം ബാക്കിൽ ലോഡ് കുറവായതുകൊണ്ട് തന്നെ ഹൈ സ്റ്റെബിലിറ്റി തരാൻ ബാക്കിൽ വെയിറ്റ് കുറവാണല്ലോ, എഞ്ചിൻ്റെ വെയിറ്റൊക്കെ കുറച്ചും കൂടി കുറവാണ്. ഇതിൻ്റെ ടാങ്ക് വരുന്നത് എടുക്കുന്നത് ഇതാണ് സെൻട്രൽ മൗണ്ടഡ് ആയിട്ടുള്ളൊരു ഡീസൽ ടാങ്കാണ്. ഡീസൽ ടാങ്ക് ഏകദേശം ഒരു 43 ലിറ്റർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉള്ളൊരു ടാങ്ക്. ടയർ സൈസ് വരുന്നതുണ്ട്. ടയർ ഏകദേശം അലോയ് വീലാണ്. ടയർ വരുന്നത് 155/70 640. റേഡിയൽ ട്യൂബ്ലെസ് ടയറാണ്. 155 വിടുത്ത് വരുന്നത്. ഏകദേശം ആസ്പെക്ട് റേഷ്യോ 70 ഉണ്ട്. കാണിച്ചു കഴിഞ്ഞാൽ ഇതൊരു വെൻറ്റിലേറ്റർ ഡിസ്ക്കാണ്. ഏകദേശം നന്നായിട്ട് നല്ല വെൻറ്റിലേറ്റർ ഡിസ്ക് ബ്രേക്കാണ്. ഫ്രണ്ടിൽ മാത്രമല്ലോ ഡിസ്ക്, ബാക്കിൽ ഡ്രം തന്നെ. ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതെന്നാണ് വരുന്നത്, കണക്ഷനാണ് വരുന്നത്. ഹൈഡ്രോളിക് മാസ്റ്റർ സിലിണ്ടറിൽ നിന്ന് ABS-ലോട്ട് കണക്ട് ചെയ്തിട്ട് അവിടെ ഡബിൾ 2 കണക്ഷനാണ്. ബാക്ക് പോയാലും ഫ്രണ്ട് കിട്ടും, ഫ്രണ്ട് പോയാൽ ബാക്കും കിട്ടും. അങ്ങനത്തെ ആ രീതിയിലുള്ള ഡിസൈനായിട്ടാണ് ചെയ്യുന്നത്. മൊത്തത്തിൽ പോകുന്ന രീതിയല്ല. എന്നിട്ട് ബോഡി വരുന്നത് ഒരു മോണോകോക്ക് ഡിസൈൻ തന്നെ. എന്ന് വെച്ചാൽ യൂണി ബോഡി ഓൺ ഫ്രെയിം അല്ല, പഴയ രീതിയല്ല, യൂണികോക്ക് മോണോകോക്ക്. യൂണി ബോഡി ആകുമ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ കുറച്ചും കൂടി സേഫ്റ്റി മാനറാണ്, പിന്നെ കോസ്റ്റ് എഫക്റ്റീവാണ്. പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ ഡിസൈനിൽ എവിടെയെങ്കിലും ഇമ്പാക്റ്റ്, ഇപ്പോൾ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഇമ്പാക്റ്റ് വോൾ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ് അതിൽ പാസഞ്ചേഴ്സിനെ മാക്സിമം സേവ് ചെയ്യാനുള്ളൊരു കാര്യം കൂടിയായിരിക്കും. ഇതിൽ ഹൈ സ്ട്രെങ്ത് ആയിരിക്കും ഇതിൻ്റെ, എല്ലാ ഭാഗത്തേക്കും ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി പുതിയ മോഡലിലൊക്കെ വരുന്ന രീതിയാണ്. ബോഡി ഓൺ ഫ്രെയിം അല്ല, ഹാച്ച് ബാക്കിന് സാധാരണ ഈ ഡിസൈൻ തന്നെ വരാറ്. കുറച്ചും കൂടി സേഫ്റ്റിയുടെ കൺസേണിൽ വരുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ്. ഈ യൂണിബോഡിയിൽ തന്നെ ഇതിൻ്റെ ശേഷം റിഡ്സിന് ഇറങ്ങിയതിന് ശേഷം സുസുക്കി കുറേ പേരുദോഷം ഉണ്ടായിരുന്നു, കുറേ സേഫ്റ്റി ഇല്ല എന്നുള്ള. പക്ഷേ ഈ റിഡ്സിൻ്റെ ഒക്കെ ആ സമയത്ത് ഇത് അത്യാവശ്യം ഒരു ഹൈ സ്ട്രെങ്ത് ബോഡി ഷെൽ തന്നെയായിരുന്നു അന്നൊക്കെ ഇറക്കിയിരുന്നത്. പിന്നീട് ഇങ്ങോട്ട് കോസ്റ്റ് എഫക്റ്റീവ് ആക്കുന്നതിൻ്റെ ഭാഗമായിട്ടും പൊല്യൂഷൻ കൺട്രോൾസ് നോംസ് കൂടുന്നതിനനുസരിച്ച് കുറച്ച് കഥയായത്. പിന്നെ ഇപ്പോൾ അടുത്ത് ഡിസയറൊക്കെ ഇറക്കി 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ വാങ്ങിക്കൊണ്ട് സുസുക്കി മുന്നോട്ട് നീങ്ങുന്നുണ്ട്. ഇതിൻ്റെ പാർട്ട് എടുക്കുക വെച്ചാൽ ഫ്രണ്ടിലെ പാസഞ്ചറിനും കോ പാസഞ്ചറിനും ഡ്രൈവർക്കും 2 പേർക്കും SAS-ൻ്റെ എയർ ബാഗ് ഉണ്ട്. ഇത് സുസുക്കിയുടെ ആദ്യത്തെ ഹാച്ച് ബാക്ക് അല്ലെങ്കിൽ ആദ്യത്തെ വണ്ടിയാണിത്. എന്താ വെച്ചാൽ എയർ ബാഗും ABS-ഉം ഒരുമിച്ച്, ഡ്രൈവർക്കും കോ പാസഞ്ചറിനും എയർ ബാഗ് വിത്ത് ABS ഉള്ള ആദ്യത്തെ വണ്ടി റിഡ്സാണ്. ABS-ൻ്റെ ഒപ്പം തന്നെ EBDയും ഇലക്ട്രോണിക് ബ്രേക്ക് ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷനും വരുന്നൊരു മോഡൽ ZDI. ലൈറ്റ്സ് എന്ന് വെച്ചാൽ ഹാലജൻ ലൈറ്റ്സ് ആണ്. ഫ്രണ്ടിൽ 2 ഹാലജൻ ബീം ലൈറ്റുകൾ, പിന്നെ ബാക്കിൽ ടൈം ലാംപ്സ് ഉണ്ട്. പിന്നെ സ്റ്റോക്കായിട്ട് വരുന്ന ഇതുണ്ട്, ഫാക്ടറി ഫിറ്റഡ് ആയിട്ടുള്ള ഫോഗ് ലാംപ്സ്. ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ടൈൽ ലാംപ്സ് ഇതാ ഇവിടെ.
ടൈൽ ലാമ്പ്സൊക്കെ ഇൻകാൻഡസെൻ്റ് ലാമ്പ്സ് തന്നെ. റിഡ്സ് ZDA ഒരു ബാഡ്ജിങ് ഇവിടെ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇത് സ്റ്റോക്കല്ല, ഇത് ഒരു ക്രോമിയം ഫിനിഷ് ഉള്ളത് ആഡ് ചെയ്ത് നമ്മൾ വെച്ച് കൊടുത്തതാണ്. പിന്നെ ഒരു കറ്റാലിറ്റിക് കൺവേർട്ടർ ഉണ്ട്, പൊല്യൂഷൻസ് അത്യാവശ്യം പിടിച്ചു നിർത്തുന്നുണ്ട്. ഇൻറ്റീരിയറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ഡ്യുവൽ ടോൺ ഇൻറ്റീരിയറാണ്. ഇതിൽ ഈ ടാക്കോമീറ്റർ ഇങ്ങനെ പൊന്തിച്ച് നിർത്തിയത് അത് നല്ലൊരു ഡിസൈനായിരുന്നു, അന്നേ ആൾക്കാർക്ക് വളരെ ഇഷ്ടമായിരുന്നു. സ്പീഡോമീറ്റർ ഉണ്ട്, പിന്നെ അതിൽ ടൈമൊക്കെ ഡിജിറ്റലി സിമ്പിൾ ഡിജിറ്റൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിജിറ്റൽ കൺസോളിലാണ്. അതിൽ തന്നെ നമുക്ക് ഫ്യൂവൽ ഗേജും അതിലേറെ ടൈം അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ട്രിപ്പ് സെറ്റ് ചെയ്യാനുള്ള ഒരു മോഡ് സ്വിച്ചും ഉണ്ട്. പിന്നെ ഒരു ഇൻ്റഗ്രേറ്റഡ് മ്യൂസിക് സിസ്റ്റമാണ്. അത് ഒരു ബ്ലൂടൂത്ത് ഒന്നുമില്ല, 2015 ഇറങ്ങിയല്ല അന്ന്. ആ USB-യും പിന്നെ AUX-ഉം ഒരു ഡിസ്ക് ഇടാനുള്ള ഒരു പോർട്ടും ഉണ്ട്. പിന്നെ AC ഉണ്ട്, പവർ വിൻഡോ, പിന്നെ ചൈൽഡ് ലോക്ക് ഉണ്ട്, ചൈൽഡ് സേഫ്റ്റി ലോക്ക്. പിന്നെ ഇത് വരുന്നുണ്ട്, നമ്മുടെ മിററുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇലക്ട്രോണിക് കൺട്രോൾഡ് മിറർ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് സോറി ഇതാണ്. അത്ര മാത്രമൊക്കെ. പിന്നെ ഇവിടെ ഒരു ലൈറ്റ് വരുന്നുണ്ട്. അടുത്ത് വരുന്നത് 3.7 മീറ്ററൊക്കെ എന്ന് വെച്ചാൽ 3775 മില്ലിമീറ്റർ. ഇവിടുത്തെ ഏകദേശം 1.6 മീറ്ററാണ്. ഇതിൽ 1680 mm. ഹൈറ്റും ഏകദേശം ആ ലെവലാണ് തന്നെ, 1620 mm. ഇതിൽ 1.6 മീറ്റർ. വീൽ ബേസ് 2360 mm വരുന്നത്. എന്നുവെച്ചാൽ 2.3 മീറ്ററായിട്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ചുകൂടി ഉണ്ട് കേട്ടോ ഈ സെഗ്മെൻറ്റിൽ വരുന്ന വണ്ടികളെ കാട്ടി. ഏകദേശം 170 mm എന്ന് വെച്ചാൽ ഒരു 117 സെൻറ്റിമീറ്ററോളം. പിന്നെ ഇതിൻ്റെ മിനിമം ടേണിംഗ് റേഡിയസ് 4.7 എന്ന് വെച്ചാൽ 4.7 മീറ്റേഴ്സാണ് വരുന്നത്. അതുപോലെ തന്നെ ഫുഡ് സ്പേസ് നോക്കാം. ഡിക്കി പറഞ്ഞിട്ട് ഫുഡ് സ്പേസ് ഏകദേശം 236 ലിറ്റേഴ്സാണ് പറയുന്നത്. ഇതിലിപ്പോൾ അവർ ടയറും ഇതൊക്കെ ആയിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലാണ് നമ്മളെ സ്പെയർ ടയർ വരുന്നത്. അതിൽ തന്നെയാണ് നമ്മളെ സാധാ മെക്കാനിക്കൽ ജാക്കിങ് വരുന്നത്. പിന്നെ ഒരു 2 row സീറ്റാണ്. സീറ്റിംഗ് 5 സീറ്റാണ് സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത്. ക്രബ് വെയിറ്റ് ഏകദേശം 1125 കിലോഗ്രാം വരും. അതുപോലെ ഗ്രോസ് വെയിറ്റ് ഏകദേശം 1520 കിലോഗ്രാം. അപ്പോൾ ഏകദേശം ഒരു 400-500 റേഞ്ചിൽ നമുക്ക് ക്യാരിയിങ് കപ്പാസിറ്റി വരും. ഓക്കെ. ആക്സലറേഷൻ പറയുന്നത് 14 സെക്കൻഡാണ്. എന്ന് വെച്ചാൽ 0 to 100 kmph 14 സെക്കൻഡ് കൊണ്ട് അച്ചീവ് ചെയ്യാൻ. അതുപോലെ ടോപ്പ് സ്പീഡിന് സർട്ടിഫൈ ചെയ്തത് 163 km/h kmph. BS4 ഇത് ലാസ്റ്റ് ഇറങ്ങിയത്. ഫ്രണ്ട് റെഡും ബാക്ക് റെഡും വരുന്നത്, ഫ്രണ്ട് റെഡും ബാക്ക് റെഡും തമ്മിൽ ഒരു 10 mm വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ 1 സെൻറ്റിമീറ്ററിൻ്റെ വ്യത്യാസം. അതിൽ ഫ്രണ്ട് റെഡ് കുറച്ച് 10 mm കുറവാണ്, എന്ന് വെച്ചാൽ 1470 mm. ബാക്ക് റെഡ് വരുന്നത് 1480 mm. പെട്രോൾ റിഡ്സിനെക്കാട്ടിയും ഡീസൽ റിഡ്സിൽ അത്യാവശ്യത്തിലേറെ AC നല്ല പിടിക്കുമായിരുന്നു. ഒരു കുറച്ച് ഇട്ടെത്താൻ തന്നെ വേഗം ബാക്കിൽ വരെ AC പിടിക്കും. പിന്നെ ഇവിടെ ഒരു വാനിറ്റി മിറർ ഉണ്ട് നമ്മളെ പാസഞ്ചർ ഡ്രൈവറിനായിട്ട്. ഒരു സൺവൈസറിൻ്റെ മുകളിലായിട്ട് ഡ്രൈവറിൻ്റെ ഉള്ളിലോട്ട് മറ്റേ ഉണ്ടാവില്ല. സ്റ്റിയറിംഗ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അഡ്ജസ്റ്റബിൾ ടിൽറ്റാണ്. ഡോറിലൊരു സ്പീഡ് സെൻസിങ് ലോക്കും കൂടി ഉണ്ട്. ഒരു 15 കിലോമീറ്ററിന് മുകളിലെത്തിയാലും ഓട്ടോമാറ്റിക്കലി ലോക്ക് ആയി കിടന്നു തുറക്കാൻ കഴിയാത്ത വരുന്നത്. അതുപോലെ തന്നെ ഈ ഹെഡ് യൂണിറ്റ് വരുന്നത് ഏകദേശം 2 ഡിന്ന പറയുമ്പോൾ ഒരു 17 സെൻറ്റിമീറ്റർ വിടുത്തും 10 സെൻറ്റിമീറ്റർ ബെഡത്തുമായിട്ട് അങ്ങനെ ലെവലുണ്ട്. വരുന്നൊരു ഫാബ്രിക് അപ്പോൾസ്റ്ററി. സീറ്റ് ഇതാ ബെഞ്ച് ടൈപ്പ് റിയർ സീറ്റാണ്. പിന്നെ റിയർ സീറ്റിൻ്റെ സ്പ്ലിറ്റ് റേഷ്യോ 60:40 ആണ്. ഫ്രണ്ട് സെറ്റ് ബാക്ക് പോക്കറ്റ്സ് ഉണ്ട് ഇതാ. അതുപോലെ തന്നെ ഹെഡ് റെസ്റ്റ് ഉണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ നമ്മുടെ ഇതൊക്കെ വാണിംഗ് ഒക്കെ ഉണ്ടാവും. ലോ ഫ്യൂൽ വാണിംഗ്, ഡോർ അജാർ വാണിംഗ്, അഡ്ജസ്റ്റബിൾ ക്ലസ്റ്ററിൻ്റെ ബ്രൈറ്റ്നസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വാറൻറ്റി 2 കൊല്ലമായിരുന്നു അന്ന് കൊടുത്തിരുന്നത്. കീലെസ് എൻട്രി ഉണ്ട് നമുക്ക്. കീലെസ് എൻട്രി. ഗ്ലൗ ബോക്സ് ഏകദേശം എത്ര വരുന്നു, ഇത്ര സ്പേസ് ഉള്ളു. ഇതൊക്കെ ഫില്ലായിട്ടുണ്ട്.
ഹെഡ് ലാമ്പ് ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. റിയർ ഗ്ലാസ് വൈപ്പർ ഉണ്ട്, അതുപോലെ തന്നെ റിയർ ഗ്ലാസ് വാഷറും ഉണ്ട്. ഇതാ ഇവിടെ പവർ ആൻറ്റിനെ മുകളിലായിട്ട് ഇങ്ങനെ സെൻട്രലായിട്ടാണ് വരുന്നത്. ഈ സ്പോയിലർ ഇല്ലെങ്കിൽ ഒരു ലുക്ക് പറ്റാൻ വ്യത്യാസം വരും, കാരണം പെട്ടെന്നൊരു ഡിപ്പ് വരുന്നത്, കാരണം എയറോഡൈനാമിക്സിലും ഒരു വിഷയം വരും. അതിന് കറക്റ്റായിട്ടുള്ള ഇത് പല രീതിയിലുണ്ട്, നമ്മൾ മോഡ് ചെയ്യുക, കസ്റ്റമായിട്ട് കയറ്റാറാക്കുന്നുണ്ട്. കുറേ റിഡ്സ് കുറേ കസ്റ്റമായിട്ട് നന്നായിട്ട് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അലോയൊക്കെ കയറ്റി കുട്ടപ്പനാക്കി ഇതന്നെ ഉണ്ട്. റിഡ്സ് ക്ലബ്ബ് വരെ ഉണ്ട്, റിഡ്സ് യൂസേഴ്സ് ക്ലബ്ബൊക്കെ ഉണ്ട്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പലരും പല രീതിയിൽ മോഡിഫൈ ചെയ്ത് കിടലാക്കാറുണ്ട്. മീൻസ് അത്യാവശ്യം ഫാൻ ബേസ് ഉള്ളൊരു മോഡലും കൂടിയാണ്. നല്ലൊരു ചില്ലറ ഫീച്ചേഴ്സ് ആയിട്ടുള്ള സെൻട്രൽ ലോക്കിങ്, ആൻറ്റി തെഫ്റ്റ് അലാറം, ഡ്രൈവർ എയർ ബാഗ്സ്, അതൊക്കെ നേരത്തെ പറഞ്ഞ തന്നെയാണ്. അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളും കൂടി. ഇതാ ഈ നമ്മുടെ വോളിയം കൺട്രോൾ, മ്യൂസിക് സ്റ്റിയറിങ്ങിൽ തന്നെ നമുക്ക് മ്യൂസിക് സിസ്റ്റം കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ദ്രവിച്ചിട്ടുണ്ട്. ഇതായിട്ടുള്ള എൻജിൻ ഇമ്മൊബിലൈസർ ഉണ്ട്, ക്രാഷ് സെൻസർ ഉണ്ട്, സെൻട്രലി മൗണ്ടഡ് ഫ്യൂവൽ ടാങ്കാണ് നേരത്തെ പറഞ്ഞതുണ്ട്. അതുതന്നെ സൈഡ് ഇമ്പാക്ട് ബീമുകളുണ്ട്, ഇതിവിടെ ആയിട്ട് വരുന്നുണ്ട് സൈഡ് ഇമ്പാക്ട് ബീമുകൾ. ഇതിൻ്റെ ഇടയിലായിട്ട് ഇതുണ്ട്, നല്ല സൈഡ് ഇമ്പാക്റ്റ് ആയിട്ടുള്ള ബീമാണ്. കുറച്ചുകൂടി സേഫ്റ്റി കൺസേൺ ആയിട്ട് ഡെവലപ്പ് ചെയ്താണ് ആ സൈഡിലുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ഇമ്പാക്റ്റ് ബീമുണ്ട്, ഫ്രണ്ടിലൂടെ കൊടുത്തിരിക്കുന്നത്. അഡ്ജസ്റ്റബിൾ സീറ്റ്സ്, ക്രാഷ് സെൻസർ എന്താ വെച്ചാൽ ABS ഉണ്ടാകാനുള്ള എല്ലാ വണ്ടിക്കും ക്രാഷ് സെൻസർ വേണം. അതൊക്കെ EBD ആയിട്ട് ECU ആയിട്ട് കണക്റ്റഡ് ആണ്. EBD അല്ല, ECU. അതിൽ തന്നെ ഇലക്ട്രോണിക് മൊഡ്യൂൾ എന്ന് പറയും, എൻജിൻ മൊഡ്യൂൾ എന്നൊക്കെ പറയാറ്, ECM എന്നൊക്കെ പറയാറ്. ഇതാണ് റിഡ്സ്, 2000 RPM പുലിയാണ്, 190 Nm ടോർക്ക്. എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിട്ടുന്ന സാധനം തന്നെയാണ്. ഫുൾ പോകുന്നത് സെക്കൻഡ് ഗിയർ തന്നെയാണ്. എന്ന് വെച്ചാൽ മാറ്റമൊന്നുമില്ല, ടെറൈൻ അങ്ങനെയാണ്. ടെറൈൻ എന്താ വെച്ചാൽ റോഡ് അത്യാവശ്യം പൊളിഞ്ഞ റോഡാണ്. ഞങ്ങൾക്ക് അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, ഗ്രൗണ്ട് കൊണ്ടിട്ട് വേണമെങ്കിൽ ഒന്ന് കറക്കി വെക്കാം എന്താ അവസ്ഥ. ടോപ്പ് സ്പീഡ് 163 കാണിച്ചത്. ഹൈവേ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. പിന്നെ ഒന്ന് POV സെറ്റാക്കി വെച്ചില്ല. POV സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കളിക്കാം. വണ്ടീൻ്റെ പുല്ല് കണ്ടോ, പുല്ല് കണ്ടോ അങ്ങനെ പുള്ളിങ്. അത് അങ്ങനെ റിഡ്സിന് ഓവർ പവറാണെന്ന് നമുക്ക് തോന്നാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ റിഡ്സിൻ്റെ ക്രബ് വെയിറ്റ് ഏകദേശം 1200 സംതിങ് ആ ലെവലിൽ എന്താണ്. അപ്പം ആ ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ 1.3 ലിറ്റർ എൻജിന്, അതിൻ്റെ പ്ലസ് അതിന് ടെർബോ വിത്ത് ഇൻ്റർകൂൾഡ്, അപ്പോൾ അത്രയും ടെർബോ ഇൻ്റർകൂൾഡ് വെച്ചിട്ട് 1.3 ലിറ്റർ ഡീസൽ എൻജിനിൽ നിന്ന് കിട്ടുന്ന പവർ നിങ്ങൾക്ക് ഇത്ര ഒരു ചെറിയ വെയിറ്റുള്ള ഒരു വണ്ടി, അല്ലെങ്കിൽ ഇത്ര ചെറിയൊരു ഡിസൈനുള്ള കോമ്പാക്റ്റ് ഹാച്ച് ബാക്കായ ഈ വണ്ടിക്ക് എനിക്ക് ഇത്രയും പവർ കൂടിയ, അല്ലെങ്കിൽ ഇത്രയും CC കൂടിയ, CCന് മാത്രമല്ല CC പ്ലസ് ആ ടെർബോയും ഇൻ്റർകൂളറും കൂടി വരുമ്പോൾ ആ ഒരു അമാനുഷിക പവർ ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു എൻജിനായി മാറുകയാണ് ഈ K സീരീസിലുള്ള ഈ ഒരു എൻജിൻ. അതും ഒരു നല്ല ഡെവലപ്പ് ചെയ്ത എൻജിൻ, ഫിയറ്റിൻ്റെ കൂടെ ഡെവലപ്പ് ചെയ്തൊരു എൻജിനും കൂടി ആയതുകൊണ്ട് തന്നെ നല്ല റിലയബിലിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു എൻജിനിൽ നിന്ന് നല്ല പവർ ഔട്ട്പുട്ട് വരും. കാരണം ഇത്രയും ചെറിയൊരു വെയിറ്റുള്ളൊരു സാധനത്തിന്, അതായത് മാക്സിമം 1520 ഇതിൻ്റെ ടോട്ടൽ ഗ്രോസ് വെയിറ്റ് വരുന്നത്, എന്ന് വെച്ചാൽ GVW. സോ അതുകൊണ്ടാണ് നമുക്കിത് നല്ലൊരു പവർഫുൾ ആയിട്ടുള്ളൊരു എൻജിനും വണ്ടിയായി എന്ന് തോന്നുന്നത്. എന്നുവെച്ചാൽ ഇൻ്റർകൂൾഡ് ടെർബോ ചാർജ്ഡ് 1.3 ലിറ്റർ ഡീസൽ എൻജിൻ, ഡീസലിൻ്റെ ഒരു അമാനുഷിക കരുത്ത് നമുക്ക് കിട്ടുക. അത്യാവശ്യത്തിലേറെ ഇൻഡിക്കേറ്റഡ് മീൻ എഫക്റ്റീവ് പ്രഷർ കിട്ടുക.